ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആന്റണി, നീ തന്നെ പറ, ഇവിടെ നായകൻ മരിക്കണോ അതോ നായിക മരിക്കണോ? ശിവൻ മരിക്കണോ ഡെയ്സി മരിക്കണോ എന്നോ? രണ്ടിലൊരാൾ ഇന്ന് രാത്രി മരണപ്പെടും. ഭക്ഷണം നിഷേധിക്കുന്നത് കൊടിയ പാപമാ. കാരണം ഇത് ദൈവത്തിന്റെ വരദാനമാ. അതുകൊണ്ട് ഇത് തടസ്സപ്പെടുത്താൻ പാടില്ല. തടസ്സപ്പെടുത്തിയ ദൈവകോപം ഉണ്ടാവും എന്ന് വെച്ച് അവളുടെ ഇഷ്ടത്തിന് നമ്മൾ വഴങ്ങി കൊടുക്കണമെന്നാണോ ഡേവിസ് പറഞ്ഞു വരുന്നത്? ശത്രുവിന്റെ മകനെന്നും ശത്രു തന്നെ. അവനെ മിത്രമാക്കാൻ നോക്കിയ നമ്മളെ നമ്മൾ തന്നെ കൊല്ലുന്നതിന് തുല്യമാണ്. എന്നെ സംബന്ധിച്ച് അത് എന്റെ മരണത്തിന് തുല്യവും. ഡേവിസേ, വേരറുക്കല്ല, വേരോട് അവനും ഭൂമിയിൽ നിന്ന് പിഴുതെറിയുക. അതിന് കച്ചമുറുക്കിയിരിക്കുന്ന ഞങ്ങളോട് തന്നെ ഡേവിസിനത് പറയാൻ തോന്നിയല്ലോ. കഷ്ടം. നിങ്ങൾ രണ്ടാളും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഡെയ്സിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെന്ന നിലയിൽ അവളുടെ മനസ്സ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതിനുവേണ്ടി ഞാൻ എന്റേതായ ഒരു ശ്രമവും നടത്തി നോക്കി. അതിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത്ര പെട്ടെന്നൊന്നും ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഹൃദയം ഹൃദയത്തോട് ചേർന്നിരിക്കുന്നുണ്ടെന്ന് ചില കവികൾ പറയാറില്ലേ? അതാണ് അവസ്ഥ. ഒരെണ്ണത്തിൽ നിന്ന് വേർപെടുത്തിയാൽ രണ്ടിലൊരാൾ മരണപ്പെടും. അതാണ് അവസ്ഥ. സ്വന്തം സഹോദരനെ വഞ്ചിച്ച യാക്കോബിന് പിന്നീട് വീണ്ടും പലതവണ വഞ്ചിക്കപ്പെടേണ്ടി വന്നു. കേട്ടിട്ടില്ലേ, വിതയ്ക്കുന്നതേ കൊയ്യൂ എന്ന്? യേശുവിനെ ചുംബനം വഴി ഒറ്റിക്കൊടുത്ത യൂദാസ് ബൈബിളിലെ ഏറ്റവും വലിയ ചതിയുടെ പ്രതീകമാണ്. അതിന്റെ അവസാനം ആത്മഹത്യ ആയിരുന്നു എന്നുകൂടി ഓർക്കണം. നമ്മളെ ചതിച്ചും വഞ്ചിച്ചും അവള് പോയാൽ അത് അവളുടെ സർവനാശത്തിനായിരിക്കും. അതിനൊരു സംശയവും വേണ്ട. ആന്റണി, ഇതൊരു ഗെയിമാ, സ്നേഹ മത്സരം. സിനിമയിലാണെങ്കിൽ വില്ലനെ അടിച്ചിട്ട് നായകന് നായിക സ്വന്തമാക്കാം. പക്ഷെ ഇവിടെ വില്ലൻ നായകനാ. അപ്പോ നായകനെ വില്ലൻ കൊല്ലേണ്ടി വന്നിരിക്കുക. നായകനെ കൊല്ലണോ നായികയെ കൊല്ലണോ, ഈ കൺഫ്യൂഷൻ മാത്രമേ വില്ലനുള്ളൂ. ആന്റണി, നീ തന്നെ പറ, ഇവിടെ നായകൻ മരിക്കണോ അതോ നായിക മരിക്കണോ? ശിവൻ മരിക്കണോ ഡെയ്സി മരിക്കണോ എന്നോ? രണ്ടിലൊരാൾ ഇന്ന് രാത്രി മരണപ്പെടും. അതാരെ വേണോന്ന് നീ തീരുമാനിക്കണം. ഡാനിയലേ, എടാ ഡാനിയലേ, ഇവനിതെവിടെ? ഹലോ ഡാനിയലേ, നീ ഇതെവിടെയാ? കിഡ്നാപ്പ് ചെയ്ത് ജീവനോടെ അവിടെ എത്തിക്കുക എന്നത് മാത്രമായിരുന്നു എന്റെ ജോലി. അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു. ഇനി കൊല്ലുകയോ വളർത്തുകയോ എന്ത് വേണേലും നിങ്ങൾക്ക് ചെയ്യാം.
ഡാ എടാ എന്ന് പറഞ്ഞ എങ്ങനെയാ? വിഷ്ണുവിനെ ഇവിടെ കാണാനില്ല, കെട്ടഴിഞ്ഞു കിടക്കുക. എടാ ആളുണ്ടെങ്കിലല്ലേ കൊല്ലാനും വളർത്താനും ഒക്കെ പറ്റൂ. എടാ അവൻ എവിടെയെന്ന്? എനിക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട മറ്റൊരു ജോലി ഉള്ളതുകൊണ്ട് എനിക്ക് കോയമ്പത്തൂരേക്ക് പോരേണ്ടി വന്നു. അവനെ അവിടെ സുരക്ഷിതമായി ഒരു ഡോസ് ക്ലോറോഫോം കൂടി കൊടുത്ത് മയക്കി കിടത്തിയിട്ടാണ് ഞാൻ പോകുന്നത്. എടാ ഡാനിയലേ, ഒരു ജോലി ഏറ്റെടുത്താൽ അത് ഉത്തരവാദിത്വത്തോടു കൂടെ ചെയ്ത് തീർത്തിട്ട് അടുത്ത ജോലിക്ക് പോവേണ്ടത്. എടാ അതാണ് ചെയ്യുന്ന ജോലിയോട് കൂറും ആത്മാർത്ഥതയുള്ളവർ ചെയ്യേണ്ടത്. പിന്നെ ചെയ്യുന്നത് പരിശുദ്ധവും പരിഭാവനവുമായ ജോലിയല്ലേ? അവിടെ എങ്ങാനും നോക്ക് സാറേ അവനെ, ചുമ്മാ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ. എടാ നീയൊക്കെ എന്നെ ചതിച്ചിട്ട് പോവാൻ നോക്കണ്ട. ഏത് കാലന്റെ വായിൽ വന്നിട്ടായാലും നിന്നെ ഞാൻ തീർക്കും. ആദ്യം താൻ ആ വിഷ്ണുവിനെ തീർക്കാൻ നോക്ക്, എന്നിട്ട് എന്നെ തീർക്കാൻ വാ. തീർക്കും തീർക്കും എന്ന് പറയുന്നതല്ലാതെ ഒരാളെ പോലും കൊല്ലാൻ തന്നെ കൊണ്ടാവൂല. അതിന്റെ കാരണം എന്താ? അതിനുള്ള പാങ്ങ് തനിക്കില്ല. ചങ്കൂറ്റം, അതെ, ഞങ്ങളെപ്പോലുള്ള ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ഇനി എന്നെ വിളിക്കണ്ട, ഡാ അലറണ്ട. വിളിക്കുവാണെങ്കിൽ തന്നെ വിഷ്ണുവിനെ തീർത്തു എന്ന വാർത്ത പറയാൻ വേണ്ടി മാത്രം വിളിച്ചാ മതി. ഡാ ഡാ ഡാനിയലേ, ഛേ, ഇവനെ വിറ്റ കാശ് വിഷ്ണുവിന്റെ കയ്യിലുണ്ട്. മിക്കവാറും ഇവനെ വിഷ്ണു തന്നെ തീർക്കും. താനെന്തിനാണോ ഇങ്ങനെ പട്ടി മോങ്ങുന്ന പോലെ ഒന്ന് മോങ്ങുന്നേ? തന്റെ ആരെങ്കിലും ചത്തോ? എടോ, തന്റെ അച്ഛനും അമ്മയും ചത്തിട്ടേ കുറെ നാളായതിൽ താൻ പറഞ്ഞേ. എടോ, എല്ലാരും ജനിച്ചാ ഒരിക്കൽ മരിക്കും. അതിപ്പോ ഞാനാലും മരിക്കും. അത് പ്രകൃതി നിയമമാ. താനും മരിക്കും. എല്ലാരും മരിക്കും, എല്ലാരും മരിക്കും. അല്ല, ഇവിടെ ഇപ്പൊ ആര് മരിച്ചെന്നാ പറഞ്ഞേ? എടോ പിള്ളേ, നമ്മുടെ ഈ വീട്ടിലെ ആര് മരിച്ചെന്നാണോ താൻ പറഞ്ഞേ? സാറേ, ഇവിടെ ആരും മരിച്ചിട്ടില്ല. വിഷ്ണു കുഞ്ഞിനെ കാണാനില്ല. ആ വിഷ്ണു കുഞ്ഞ് ഓടിച്ചിരുന്ന വണ്ടി വഴിയിൽ നിന്ന് കിട്ടി. ആ പുറത്ത് പോലീസും ശാലിനി കുഞ്ഞും എല്ലാരും ഉണ്ട്. പക്ഷെ ഇതുവരെ നമ്മുടെ വിഷ്ണു കുഞ്ഞ് എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ആണോ? അപ്പൊ പിന്നെ ആംബുലൻസ് വരും. എന്റെ മോനെ കൊണ്ട് ആംബുലൻസ് വരും. എന്റെ കൃഷ്ണ,